ഇന്ത്യ. ഈ പേര് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ എന്താ വരുന്നത്? ഒരു രാജ്യം, അല്ലേ? എന്നാൽ അതൊരു തുടക്കം മാത്രമാണ്. ഇന്നു നമ്മൾ ഇറങ്ങി പുറപ്പെടുന്നത് ഒരു രാജ്യത്തിലൂടെയല്ല, മറിച്ച് ഒരു ഉപഭൂഖണ്ഡത്തിലൂടെയുള്ള ഒരു ഗംഭീര യാത്രയ്ക്കാണ്. അപ്പോൾ റെഡിയല്ലേ? ഈ ഭൂപടത്തിലേക്കൊന്ന് നോക്കിയേ. ഒറ്റ നോട്ടത്തിൽ തന്നെ ഇതിന്റെ വലിപ്പം നമുക്ക് മനസ്സിലാവും അല്ലേ? വടക്ക് മഞ്ഞു പുതച്ച ഹിമാലയം തൊട്ട് തെക്ക് അലതല്ലുന്ന മഹാസമുദ്രം വരെ ഓരോ കോണിലും ഓരോ കഥകളുമായി, ഓരോ തരം കാലാവസ്ഥയുമായി പരന്നുകിടക്കുന്ന ഒരു വലിയ ലോകം. ശരിക്കും പറഞ്ഞാൽ ഇതൊരു രാജ്യമാണോ അതോ ഒരു ഭൂഖണ്ഡം തന്നെയാണോ എന്ന് നമ്മളൊരു നിമിഷം സംശയിച്ചു പോകും. അതെ, ആ സംശയം തന്നെയാണ് നമ്മുടെ ഈ യാത്രയിലെ പ്രധാന ചോദ്യവും. എങ്ങനെയാണ് ഒരൊറ്റ രാജ്യത്തിന് ഒരു ഭൂഖണ്ഡത്തിന്റെ അത്രയും വൈവിധ്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്നത്? നമുക്കതിന്റെ ചുരുളഴിച്ചു നോക്കാം. അപ്പോ നമുക്ക് തുടങ്ങിയാലോ? നമ്മുടെ യാത്രയുടെ തുടക്കം ഇന്ത്യയുടെ വടക്കേ അറ്റത്തു നിന്നാണ്. ഇന്ത്യയുടെ ഒരു കിരീടം എന്ന് തന്നെ വിളിക്കാൻ പറ്റുന്ന ആകാശമുട്ടി നിൽക്കുന്ന ആ ഹിമാലയൻ വൻമതിലിൽ നിന്ന്. ഈ ഭൂപടമാണ് കേട്ടോ നമ്മുടെ ഈ യാത്രയിലെ വഴികാട്ടി. കണ്ടില്ലേ? ഏറ്റവും മുകളിൽ ആ ഭീമാകാരനായ പർവ്വതനിര, അതിന് തൊട്ടുതാഴെ പച്ചപ്പാർന്ന സമതലങ്ങൾ, പിന്നെ നടുക്ക് ഇന്ത്യയുടെ ഹൃദയം പോലെ ഉറച്ചു നിൽക്കുന്ന പീഠഭൂമി, ഇരുവശത്തുമായി നീണ്ടുകിടക്കുന്ന തീരപ്രദേശങ്ങളും. നമ്മൾ ഈ ഓരോ അത്ഭുത ലോകത്തിലൂടെയുമാണ് സഞ്ചരിക്കാൻ പോകുന്നത്. ഈ കാഴ്ചയിലേക്കൊന്നു നോക്കിയേ. ഇതിനെ വെറുമൊരു പർവ്വതമെന്ന് വിളിച്ചാൽ ശരിയാവില്ല. ഭൂമിയുടെ നെറുകയിലേക്ക് തലയുയർത്തി നിൽക്കുന്ന ഒരു ഗാംഭീര്യമാണിത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികളൊക്കെ ഇവിടെയാണ്. പക്ഷെ ശരിക്കും അതിശയിപ്പിക്കുന്ന വേറൊരു കാര്യമുണ്ട്. ഇവ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതനിരകളിലൊന്നാണ്. അതായത് ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ജീവനുള്ള അത്ഭുതം. അപ്പോ ഈ ഹിമാലയം എന്ന് പറയുന്നത് വെറുമൊരു കാഴ്ച മാത്രമല്ല, അത് ഇന്ത്യയുടെ ഒരു രക്ഷാകവചമാണ്. എങ്ങനെയെന്നല്ലേ? വടക്ക് നിന്ന് വരുന്ന തണുത്തുറഞ്ഞ കാറ്റിനെ തടഞ്ഞു നിർത്തുന്ന ഒരു കൂറ്റൻ മതില് പോലെയാണിത് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടുകൂടിയാണ് ഇന്ത്യയ്ക്ക് അതിൻ്റേതായൊരു പ്രത്യേക കാലാവസ്ഥയൊക്കെ കിട്ടുന്നത്. പോരാത്തതിന് ഇന്ത്യയുടെ സംസ്കാരത്തെയും ചരിത്രത്തെയും രൂപപ്പെടുത്തിയ ഒരു സ്വാഭാവിക അതിർത്തി കൂടിയാണിത്. ശരി, അപ്പോ ആകാശത്തോളം ഉയരമുള്ള കൊടുമുടികളിൽ നിന്ന് നമുക്കിനി പതുക്കെ താഴേക്കിറങ്ങാം. ഹിമാലയത്തിന്റെ കാൽക്കീഴിൽ പരന്നു കിടക്കുന്ന ഇന്ത്യയുടെ ജീവനാഡിയായ ആ വിശാലമായ സമതലങ്ങളിലേക്ക്. ഈ സമതലങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രയധികം ഫലപുഷ്ടി കിട്ടിയത്? അതിന്റെ രഹസ്യം ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിച്ച് ഒഴുകിയെത്തുന്ന ഈ 3 മഹാനദികളാണ്: സിന്ധു, ഗംഗ, പിന്നെ ബ്രഹ്മപുത്ര. ഹിമാലയത്തിന്റെ മടിത്തട്ടിൽ നിന്ന് ജീവന്റെ ജലവുമായി അവ ഈ മണ്ണിലേക്ക് ഒഴുകിയിറങ്ങുകയാണ്. ഒന്ന് ആലോചിച്ചു നോക്കിയേ, ലക്ഷക്കണക്കിന് വർഷങ്ങളായി ഈ നദികൾ ഹിമാലയത്തിൽ നിന്ന് ഒഴുക്കിക്കൊണ്ടുവന്ന എക്കൽ മണ്ണ് അടിഞ്ഞുകൂടിയാണ് ഈ സമതലങ്ങൾ ഉണ്ടായത്. ശരിക്കും പറഞ്ഞാൽ പ്രകൃതി തന്നെ ഒരുക്കിയൊരു സൂപ്പർ കൃഷിഭൂമി. അതുതന്നെയാണ് കോടിക്കണക്കിന് ജനങ്ങൾ ഇവിടെ താമസിക്കുന്നതിന്റെ കാരണവും. അതുകൊണ്ടാണ് ഈ പ്രദേശത്തെ ഇന്ത്യയുടെ അന്നപാത്രം എന്ന് വിളിക്കുന്നതും. ഇവിടെ വിളയുന്ന ധാന്യങ്ങളാണ് ഒരു രാജ്യത്തെ മുഴുവൻ ഊട്ടുന്നത്. അപ്പോ വടക്കുള്ള ആ ചെറുപ്പക്കാരനായ ഹിമാലയത്തിൽ നിന്ന് നമുക്കിനി തെക്കോട്ടു പോകാം. ഇന്ത്യയുടെ ഏറ്റവും പഴക്കമേറിയ, കോടിക്കണക്കിന് വർഷങ്ങളായി വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെ പാറ പോലെ ഉറച്ചു നിൽക്കുന്ന ഉപദ്വീപീയ പീഠഭൂമിയിലേക്ക്. ഇത് ഹിമാലയം പോലെയല്ല. ഹിമാലയം മടക്ക് പർവ്വതങ്ങളാണെങ്കിൽ ഇത് പുരാതനമായ ഉറച്ച പാറകൾ നിറഞ്ഞ ഒരു വലിയ മേശപ്പുറം പോലെ പരന്നുകിടക്കുന്ന പ്രദേശമാണ്. നമ്മൾ കേട്ടിട്ടുള്ള ഡെക്കൻ പീഠഭൂമിയും പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവുമെല്ലാം ഇതിന്റെ ഭാഗമാണ്. ഇന്ത്യയുടെ വ്യാവസായിക വളർച്ചയ്ക്ക് വേണ്ട ഒരുപാട് ധാതുക്കളുടെ ഒരു വലിയ കലവറ കൂടിയാണ് ഈ പ്രദേശം. ശരി, ഇനി നമുക്ക് നേരെ കരയുടെ അതിരുകളിലേക്ക് വിട്ടാലോ? കുറച്ച് കടൽക്കാറ്റൊക്കെ കൊണ്ട് ഇന്ത്യയുടെ കിഴക്കും പടിഞ്ഞാറും നീണ്ടുകിടക്കുന്ന തീരങ്ങളിലേക്കും പിന്നെ കടലിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ദ്വീപസമൂഹങ്ങളിലേക്കും പോകാം. അപ്പോ ഇന്ത്യയുടെ 2 തീരങ്ങൾക്കും കാവനായി 2 മലനിരകളുണ്ട്. പടിഞ്ഞാറ് അറബിക്കടലിനോട് ചേർന്ന് നിൽക്കുന്ന പശ്ചിമഘട്ടം. അതൊരു വലിയ മതിൽ പോലെ തുടർച്ചയായി നല്ല ഉയരത്തിലങ്ങ് നിൽക്കുകയാണ്. എന്നാൽ കിഴക്ക് ബംഗാൾ ഉൾക്കടലിനോട് ചേർന്നുള്ള പൂർവ്വഘട്ടം അങ്ങനെയല്ല. അത് ഇടയ്ക്കിടെ മുറിഞ്ഞുപോയ അത്രയധികം ഉയരമില്ലാത്ത കുന്നിൻ നിരകളാണ്. ഇനി ദ്വീപുകളുടെ കാര്യം നോക്കാം. രണ്ടും 2 ലോകമാണ് കേട്ടോ. അറബിക്കടലിലെ ലക്ഷദ്വീപ് കടലിനടിയിലെ പവിഴപ്പുറ്റുകൾ എന്ന ജീവികൾ ചേർന്നുണ്ടായതാണ്. എന്നാൽ ബംഗാൾ ഉൾക്കടലിലെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളോ? അവ കടലിനടിയിലുള്ള വലിയ അഗ്നിപർവ്വതങ്ങളുടെ മുകൾ ഭാഗങ്ങളാണ്. ഒന്നാലോചിച്ചു നോക്കൂ, ഒന്ന് ജീവനിൽ നിന്നും മറ്റൊന്ന് അഗ്നിയിൽ നിന്നും രൂപപ്പെട്ടവ. അപ്പോ ഇതുവരെ നമ്മൾ കണ്ടത് ഇന്ത്യയുടെ ഉറച്ച രൂപങ്ങളെക്കുറിച്ചാണ്. പർവ്വതങ്ങൾ, സമതലങ്ങൾ, പീഠഭൂമികൾ, അല്ലേ?
എന്നാൽ ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ നാടിന്റെ ജീവശ്വാസമായ എല്ലാ വർഷവും ആകാശത്ത് അരങ്ങേറുന്ന ഒരു വലിയ നാടകത്തെക്കുറിച്ചാണ്. ഇന്ത്യൻ മൺസൂൺ. ഇന്ത്യയെക്കുറിച്ച് രസകരമായൊരു പറച്ചിലുണ്ട്. ഇന്ത്യയുടെ യഥാർത്ഥ ധനകാര്യമന്ത്രിയെ മൺസൂണാണ് എന്ന്. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. കാരണം ഈ മഴ കൃത്യസമയത്ത് പെയ്താൽ രാജ്യത്തിന് അഭിവൃദ്ധിയുണ്ടാകും. ഇനി അതൊന്നു പിഴച്ചാലോ രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥ മുഴുവൻ താളം തെറ്റും. അത്രയേറെയാണ് നമ്മുടെ കൃഷിയും ജീവിതവുമൊക്കെ ഈ മഴയെ ആശ്രയിച്ചിരിക്കുന്നത്. എന്താണ് ഈ മൺസൂൺ എന്ന് ലളിതമായി ചോദിച്ചാൽ ഈ ചിത്രങ്ങളാണ് ഇതിന്റെ ഏറ്റവും നല്ല ഉത്തരം. ഇത് കാറ്റിന്റെ ദിശ മാറുന്ന ഒരു കളിയാണ്. വേനൽക്കാലത്ത് കടലിൽ നിന്ന് ഈർപ്പവും കൊണ്ട് കാറ്റ് കരയിലേക്ക് വീശുന്നു. അങ്ങനെ മഴ പെയ്യുന്നു. ശൈത്യകാലത്ത് നേരെ തിരിച്ച് കരയിൽ നിന്ന് വരണ്ട കാറ്റ് കടലിലേക്ക് പോകുന്നു. ഈ ഒരു ദിശാമാറ്റമാണ് ഇവിടുത്തെ എല്ലാം തീരുമാനിക്കുന്നത്. ഇതിന്റെ പിന്നിലെ ശാസ്ത്രം വളരെ സിമ്പിളാണ്. ഒന്നാമത്തെ കാര്യം, വേനൽക്കാലത്ത് കര കടലിനേക്കാൾ വേഗത്തിൽ ചൂടുപിടിക്കും. ചൂടുള്ള വായു മുകളിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു ന്യൂനമർദ്ദം, അതായത് ഒരു ഒഴിഞ്ഞ സ്ഥലമുണ്ടാകുന്നു. ആ സ്ഥലം നികത്താൻ വേണ്ടി കടലിലെ തണുപ്പ ഈർപ്പം നിറഞ്ഞ കാറ്റ് കരയിലേക്ക് കുതിച്ചെത്തും. ആ വരവിലാണ് മഴമേഘങ്ങളെയും കൂടെ കൂട്ടുന്നത്. ശൈത്യകാലത്ത് ഈ പ്രക്രിയ നേരെ തിരിച്ചാകും. ഈ മഴയുടെ ശക്തി എത്രത്തോളമുണ്ടെന്നറിയാമോ? പശ്ചിമഘട്ടത്തിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ചിലപ്പോൾ ഒരു വർഷം കിട്ടുന്ന മഴയുടെ അളവ് 400 സെന്റിമീറ്ററിൽ കൂടുതലാണ്. അതായത് ഒരു സാധാരണ മനുഷ്യന്റെ ഇരട്ടിയിൽ കൂടുതൽ ഉയരത്തിൽ വെള്ളം പൊങ്ങുന്നതിന് തുല്യമായ മഴ. അത്രയധികം. പക്ഷേ ഒരു കാര്യമുണ്ട്. ഈ മഴ ഇന്ത്യയിൽ എല്ലായിടത്തും ഒരുപോലെയല്ല കിട്ടുന്നത്. ഈ ഭൂപടം നോക്കിയാൽ അത് വ്യക്തമായി കാണാം. ചിലയിടത്ത് കനത്ത മഴ പെയ്യുമ്പോൾ മറ്റു ചില സ്ഥലങ്ങളിൽ ഒരു തുള്ളി പോലും കിട്ടാനില്ല. ഒരേ മൺസൂൺ കാറ്റ് തന്നെയാണ് ഇന്ത്യയിൽ ഒരിടത്ത് ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാടുകളും മറ്റൊരിടത്ത് ചുട്ടുപൊള്ളുന്ന മരുഭൂമിയും ഉണ്ടാക്കുന്നത്. ഇതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ വൈവിധ്യം. ഇതാണ് ആ വൈരുദ്ധ്യത്തിന്റെ ഏറ്റവും മികച്ച ഉദാഹരണം. ഒരു വശത്ത് രാജസ്ഥാനിലെ താർ മരുഭൂമി, മറുവശത്ത് പശ്ചിമഘട്ടത്തിലെ നിത്യഹരിത വനങ്ങൾ. ഒരേ രാജ്യത്തിന്റെ രണ്ട് മുഖങ്ങൾ. നമ്മൾ ഇതുവരെ സംസാരിച്ച ആ ഹിമാലയവും പീഠഭൂമിയും മൺസൂണുമെല്ലാം ചേർന്നാണ് ഈ അത്ഭുതകരമായ വൈരുദ്ധ്യം ഇവിടെ സൃഷ്ടിക്കുന്നത്. അപ്പോ ഹിമാലയമെന്ന ഭീമാകാരനായ കാവൽക്കാരനും മൺസൂണെന്ന ജീവന്റെ ചാലകശക്തിയും ചേർന്ന് മെനഞ്ഞെടുത്തൊരു നാടാണ് നമ്മൾ കണ്ടത്. ഒരുപാട് തീവ്രതകളുടെയും വൈരുദ്ധ്യങ്ങളുടെയും ഒരു സംഗമഭൂമി. അപ്പൊ നമ്മുടെ അവസാനത്തെ ചോദ്യമിതാണ്: ഈ അതുല്യമായ ഭൂമിശാസ്ത്രം ഇന്ത്യയുടെ ഭാവിയെ എങ്ങനെയായിരിക്കും സ്വാധീനിക്കുക? അത് കൂടുതൽ അവസരങ്ങളായിരിക്കുമോ അതോ വെല്ലുവിളികളായിരിക്കുമോ മുന്നോട്ട് വയ്ക്കുക? തീർച്ചയായും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്.